നമസ്കാരം, കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 2019 ജൂൺ മാസത്തിൽ നടന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സേബ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതണം. അത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, find the equation of the plane which makes equal intercept of 6 units with the coordinate axis. B question, find the distance between the above plane and the plane x plus y plus z is equal to -4. ഇതിൽ ആദ്യത്തെ ആൻസർ നോക്കുക. x/6 plus y/6 plus z/6 is equal to 1. അവിടെ നിന്ന് നമുക്ക് കിട്ടും x plus y plus z is equal to 6. രണ്ടാമത്തെ ആൻസർ നോക്കുക. ഡിസ്റ്റൻസ് is equal to 6 minus -4 by root of 1 plus 1 plus 1. റൂട്ട് 3 എന്ന് താഴെ വരും, മുകളിൽ 6 plus 4 10. അപ്പോൾ ആൻസർ 10 by root 3. രണ്ടാമത്തെ ചോദ്യം സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ f of x is equal to x square plus 2x minus 8 x belongs to closed interval -4 2. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്നു എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 8. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഇൻ്റർവൽ -4 2. അടുത്ത ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2. ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ -4 2. എഫ് ഓഫ് -4ഉം എഫ് ഓഫ് 2ഉം കാണുന്നു. അപ്പോൾ കിട്ടുന്ന ആൻസർ 0. അതായത് രണ്ടും സെയിം ആണ്. സെയിം ആയതുകൊണ്ട് നമുക്ക് എഫ് ഡാഷ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. എഫ് ഡാഷ് ഓഫ് സി എന്നാൽ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തെടുത്ത് എക്സിന് പകരം സി കൊടുക്കുക. അതായത് 2c പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് സി ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടുന്നു. ഈ കിട്ടിയ വില ഓപ്പൺ ഇൻ്റർവൽ -4 2 ആണ്. അതായത് -4നും 2നും ഇടയ്ക്കാണ് ഈ വില. ഇതാണ് റോൾസ് തിയറം. മൂന്നാമത്തെ ചോദ്യം, ഫോം ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഫാമിലി ഓഫ് സർക്കിൾസ് ടച്ചിങ് എക്സ് ആക്സിസ് അറ്റ് ഒറിജിൻ. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഇതിൽ ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് സർക്കിൾ ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2ay പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇവിടുന്ന് എ സ്ക്വയർ ക്യാൻസലായി മിച്ചമുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വൈ ഇസ് ഈക്വൽ ടു 2a. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലും ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y ഇൻറ്റു, അതായത് കോഷ്യൻ റൂളാണ്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ 2x പ്ലസ് വൈ സ്ക്വയറിൻ്റെ 2y ഇൻറ്റു dy/dx മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dx ഡിവൈഡഡ് ബൈ താഴത്തേൻ്റെ സ്ക്വയർ, അതായത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആൻസർ അവിടെ 0. ഇനി നമ്മൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. 2xy പ്ലസ് 2y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു dy/dx ഇസ് ഈക്വൽ ടു 0. ഇതാണ് ചോദിച്ചിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നാലാമത്തെ ചോദ്യം ഇതാണ്. യൂസിങ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് ഷോ ദാറ്റ് 1a സ്ക്വയർ 1b സ്ക്വയർ 1c സ്ക്വയർ ഇസ് ഈക്വൽ ടു a മൈനസ് b മൈനസ് c ഇൻറ്റു c മൈനസ് a വെയർ a b c ആർ ആർബിട്രറി കോൺസ്റ്റൻസ്. ഈ ചോദ്യം ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുന്നു. R2 gives R2 minus R1, R3 gives R3 minus R1. സെക്കൻഡ് റോ എന്നത് ഫസ്റ്റ് റോയിൽ നിന്ന് കുറച്ചെഴുതുന്നു. അപ്പോൾ 1 മൈനസ് 1 0, b മൈനസ് എ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതുപോലെ തന്നെ R3 gives R3 മൈനസ് R1, അതായത് 1 മൈനസ് 1 0, c മൈനസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെ രണ്ടും ഇപ്പോൾ 0 ആയി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് b മൈനസ് എ കോമൺ എടുക്കുന്നു സെക്കൻഡ് റോയിൽ നിന്ന്. അതുപോലെ c മൈനസ് എ തേർഡ് റോയിൽ നിന്നും കോമൺ എടുക്കുന്നു. ബി മൈനസ് എയും സി മൈനസ് എയും കോമൺ എടുത്തു. മിച്ചമുള്ളത് 1a സ്ക്വയർ 0 1 b പ്ലസ് എ 0 1 c പ്ലസ് എ. ഇനി നമ്മൾ ഡിറ്റർമിനൻ്റ് കാണുകയാണ്. അതായത് 1 ഇൻറ്റു സി പ്ലസ് എ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് എ, അതായത് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ മൈനസ് ബി പ്ലസ് എ. ഇതിൽ നിന്ന് മൈനസ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എയും ക്യാൻസൽ ആവും. മിച്ചമുള്ളത് സി മൈനസ് ബി. നമുക്ക് വേണ്ടത് ഇതാണ്, എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. അതിന് ഈ ബി മൈനസ് എ എന്ന് തിരിച്ചിടുമ്പോൾ ഒരു മൈനസ് വെളിയിലെടുക്കുന്നു. ബി മൈനസ് എയിൽ നിന്ന് ഒരു മൈനസ് വെളിയിലെടുക്കുന്നു. അതുപോലെ തന്നെ സി മൈനസ് ബിയിൽ നിന്നും ഒരു മൈനസ് വെളിയെടുക്കുമ്പോൾ ഇത് തിരിച്ചെഴുതാം ബി മൈനസ് സി. അങ്ങനെ ആ രണ്ട് മൈനസ് കൂടെ പ്ലസ് ആയി മിച്ചമുള്ളതാണ് എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ. അഞ്ചാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 e raised to x into dx as the limit of the sum.
വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത്. ലിമിറ്റ് ഓഫ് ദി സം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്, ഇൻ്റഗ്രൽ 0 to 2 e⁻x into dx. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ലിമിറ്റ് ഓഫ് ദി സമ്മിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇൻ്റഗ്രൽ a to b f of x into dx ആണെങ്കിൽ ലിമിറ്റ് h ടെൻഡ് ടു 0 h into f of a plus f of a plus f of a plus h plus f of a plus 2h plus etc f of a plus n minus 1 h. ഇവിടെ a എന്നത് 0യും b എന്നത് 2 ആണ്, f of x എന്നത് e⁻x. നമുക്ക് കണ്ടുപിടിക്കേണ്ട f of a plus h, f of a plus 2h തുടങ്ങിയവയാണ്. ഇവിടെ h is equal to ഒരു ഇക്വേഷൻ ഉണ്ട്, b minus a by n, അതായത് 2 minus 0 by n. അപ്പോൾ nh is equal to നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, nh is equal to 2. f of x is equal to e⁻x ആണ്. f of a എന്നാൽ e⁻a, a എന്നത് 0 ആയതുകൊണ്ട് e⁻0 1. അടുത്തത് f of a plus h e⁻0 plus h is equal to e⁻h. അതുപോലെ f of a plus 2h എക്സെട്ര f of a plus n minus 1 h വരെ കണ്ടുപിടിക്കുന്നു. ഇത് ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ലിമിറ്റ് h ടെൻഡ് ടു 0 h into 1 plus e⁻h plus e⁻2h plus എക്സെട്ര e⁻n minus 1 h എന്ന് കിട്ടും. ഇവിടെ ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഫസ്റ്റ് ടേം 1ഉം കോമൺ റേഷ്യോ e⁻h. സം ഓഫ് n ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ Sn is equal to a into r⁻n minus 1 by r minus 1. അതായത് 1 into r എന്നത് e⁻h ആണ്. അപ്പോൾ e⁻h whole⁻n എന്നത് e⁻nh എന്ന് എഴുതാം. -1 ഡിവൈഡഡ് ബൈ e⁻h minus 1. ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. nh എന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ 2 എന്നിട്ട് കൊടുക്കുമ്പോൾ ലിമിറ്റ് h ടെൻഡ് ടു 0 h into e² minus 1 by e⁻h minus 1 എന്ന് കിട്ടും. ഇവിടെ നിന്ന് e² minus 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് വെളിയിലോട്ട് മാറ്റി വെക്കാം. മിച്ചമുള്ള ഭാഗം 1 ആയി പോകും. കാരണം ലിമിറ്റ് h ടെൻഡ് ടു 0 h by e⁻h minus 1 എന്നത് 1ന് തുല്യമാണ്. അപ്പോൾ ആൻസർ e² minus 1. ആറാമത്തെ ചോദ്യം, ഇഫ് x is equal to sin inverse 3/5 then which of the following is true? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ x is equal to tan inverse 3/4 ആണ്. രണ്ടാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് tan sin inverse 3/5 plus cot inverse 3/2. tan sin inverse 3/5 എന്നത് tan inverse 3/4ന് തുല്യമാണ്. പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2 അതിനെ നമുക്ക് tan inverse 2/3ക്ക് തുല്യമായിട്ട് എഴുതാം. അതായത് ഇതിൻ്റെ റെസിപ്രോക്കലാണിത്. ഇനി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസ് tan inverse x plus tan inverse y എന്ന ഫോമിലാണ്. ഇതിനെ നമുക്ക് tan inverse x plus y by 1 minus x into y എന്ന ഫോമിലോട്ട് മാറ്റാം. നമുക്ക് കിട്ടുന്നു tan of tan inverse 9 plus 8 17 by താഴെ 12 divided by 1 minus 6 by 12. അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 6 by 12 എന്ന് മാത്രം കിട്ടും. ഇവിടെ 12 ക്യാൻസലായി മിച്ചമുള്ളത് 17 by 6. ഇനി നോക്കുക, tan inverse 17/6. അപ്പോൾ ആൻസർ 17/6 എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. ഏഴാമത്തെ ചോദ്യം, sin inverse sin x is equal to x is defined on. ഇതിൽ ഏത് ഇൻ്റർവെല്ലിലാണിത് sin inverse sin x is equal to x എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇതിൻ്റെ ആൻസർ x belongs to -π/2, π/2. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin inverse sin 13π/4. sin inverse sin 12π plus π/4. അതായത് sin inverse sin 3π plus π/4. ഇവിടെ നിന്ന് മൈനസ് എടുത്ത് വെളിയിലിടാം. അപ്പോൾ sin inverse sin π/4 ആൻസർ -π/4. എട്ടാമത്തെ ചോദ്യം മുതൽ 17ാമത്തെ ചോദ്യം വരെ ഏതെങ്കിലും 8 എണ്ണം എഴുതണം. 4 മാർക്ക് വീതമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കുക. കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to sin x and g of x is equal to x³. Find f of g of x. Show that the function f of g of x is continuous function. f of x എന്നത് sin x ഉം g of x എന്നത് x³ഉമാണ്. അപ്പോൾ f of g of x is equal to sin x³. ഇനി ചോദിച്ചിരിക്കുന്നത് f of g of x കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്നാണ്. f of x is equal to sin x എന്ന് തന്നിരിക്കുന്നു. ഇതൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയത് കണ്ട് കണ്ടിന്യൂസ് ആണ്. g of x എന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അതായത് x³. അപ്പോൾ നമുക്ക് പറയാം ഇതും കണ്ടിന്യൂസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു f of g of x is equal to sin x³ എന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അടുത്ത 9ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്യൂ ലൈൻസ് r is equal to i plus 2j plus k plus lambda into i minus j plus k and r is equal to 2i minus j minus k plus mu into 2i plus j plus 2k.
ഈ രണ്ട് ലൈനിൻ്റെയും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. അതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് A1 A2 B1 B2 ആണ്. ഇതാണ് A1, ഇത് A2, ലാംഡയുടെ കൂടെയുള്ളത് B1, മ്യൂവിൻ്റെ കൂടെയുള്ളത് B2. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ A2 മൈനസ് A1 ആദ്യം കണ്ടുപിടിക്കണം. പിന്നീട് B1 ക്രോസ് B2, അതിൻ്റെ മോഡുലസ് ആയ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ആൻസർ നോക്കുക. A2 മൈനസ് A1 എന്നത് I മൈനസ് 3j മൈനസ് 2k. B1 ക്രോസ് B2 ഇവിടെ ഡിറ്റർമിനൻ്റ് വെച്ച് ചെയ്യുമ്പോൾ ആൻസർ മൈനസ് 3i പ്ലസ് 0j പ്ലസ് 3k എന്ന് കിട്ടുന്നു. B1 ക്രോസ് B2വിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ √18 എന്ന് കിട്ടുന്നു. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. അതിൻ്റെ ഒരു മോഡുലസും കൂടി. രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഡിവൈഡഡ് ബൈ √18. √18 ആണ് നമുക്ക് B1 ക്രോസ് B2വിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടിയത്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് -9 എന്നാണ്. മോഡുലസ് എടുക്കുമ്പോൾ +9 ആകും. ഡിവൈഡഡ് ബൈ √18. 10ാമത്തെ ചോദ്യം. ദ ഫിഗർ ഷോസ് ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് f' of x. യൂസിങ് ദീസ് ഗ്രാഫ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആൻസർ നോക്കുക. ഇവിടെ ലോക്കൽ മാക്സിമം എന്നത് x is equal to 0യിലാണ്. അതുപോലെ ലോക്കൽ മിനിമം എന്നത് x is equal to 2 ആകുമ്പോഴാണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ 0 to, കാരണം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ <0 കിട്ടുന്നത്. അത് നോക്കുക. f' of x <0 ആയിട്ടുള്ള ഭാഗമാണ്. f' of x <0 ആയിട്ടുള്ള ഭാഗം 0 മുതൽ 2 വരെയാണ്. നോക്കുക, 0 മുതൽ 2 വരെയാണ് f' of x <0. വീണ്ടും f of -1ഉം f of 2ഉം ഇവിടെ -10ന് തുല്യമാണ്. അബ്സല്യൂട്ട് മിനിമം വാല്യൂ. f of 4 എന്നത് 10 ആണ്. അതാണ് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ. 11ാമത്തെ ചോദ്യം ഡെറിവേറ്റീവ് കാണാനാണ്. ഫൈൻഡ് dy by dx if y is equal to log cos e raised to x. അതുപോലെ 2ാമത്തെ ചോദ്യം എപ്പോഴും ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ തന്നെയാണിത്. if y is equal to sin inverse x, show that 1 minus x square into y2 minus xy1 is equal to 0. y is equal to log cos e raised to x എന്ന് തന്നിരിക്കുന്നു. അതിൻ്റെ ഡെറിവേറ്റീവ് 1 by cos e raised to x into minus sin e raised to x into e raised to x. അതായത് sin by cos എന്ന് നമുക്ക് tan എഴുതാം. അപ്പോൾ മൈനസ് tan e raised to x into e raised to x. ഇതാണ് ഡെറിവേറ്റീവ്. 2ാമത്തെ ചോദ്യം ഡെറിവേറ്റീവിലുള്ളതാണ്. y is equal to sin inverse x എന്ന് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് y2 വരെ കാണണം ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ dy by dx ആദ്യം കാണുന്നു. 1 by √1 minus x square. √1 minus x square ലെഫ്റ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √1 minus x square into dy by dx is equal to 1 എന്ന് കിട്ടുന്നു. ഇവിടെ പ്രൊഡക്റ്റ് റൂളിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അവിടെ നോക്കുക 1 by, കാരണം √1 minus x square ഡെറിവേറ്റീവ് ഇതാണ് 1 by 2 √x. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 1 minus x square. x square ഡെറിവേറ്റീവ് ഒന്നുകൂടെ എഴുതി 2x. ഇവിടെ മൈനസ് കിടക്കുന്നുണ്ട്, മൈനസ്. ഈ 2 രണ്ടും ക്യാൻസൽ ആവുന്നു. മൈനസ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കുക. -x square എന്നത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കുക. റൂട്ട് പോയി മിച്ചമുള്ളത് 1 minus x square into y2 minus xy1 is equal to 0. 12ാമത്തെ ചോദ്യം. ഇവാലുവേറ്റ് 0 to π/2 cos 2x into dx. രണ്ടാമത് ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to cos 2x, x is equal to 0, x is equal to π/2 and x axis. ഇവിടെ 0 to π/2 cos 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. cos xൻ്റെ ഇൻ്റഗ്രൽ sin x ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. cos 2xൻ്റെ ഇൻ്റഗ്രൽ sin 2x ബൈ ഈ 2xൻ്റെ 2. ഇനി 0 to π/2 ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 0. ഇനി ഏരിയ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഏരിയ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 2 into 0 to π/4 cos 2x into dx ആണ്. cos 2xൻ്റെ ഇൻ്റഗ്രൽ sin 2x/2 ആണ്. നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ആൻസർ 1 എന്ന് കിട്ടും. അടുത്ത 13ാമത്തെ ചോദ്യം ബേസ് തിയറമാണ്. ഇത് ബേസ് തിയറത്തിലാണെന്ന് തിരിച്ചറിയുന്ന നോക്കുക. ലാസ്റ്റ് ഭാഗം കൊടുത്തിരിക്കുന്ന വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ ദ മെഷീൻ ബി. ഇവിടെ 3 മെഷീൻസ് തന്നിട്ടുണ്ട് ABC. അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. അത് B ആയിരിക്കുകയും വേണം. P of A എന്ന് തന്നിരിക്കുന്ന 25% ആണ്. അതിനെ നമുക്ക് 25/100 അതായത് 0.25 എന്ന് എഴുതിയിരിക്കുന്നു. P of B 35% ആണ്. P of C എന്ന് പറയുമ്പോൾ 40%. അതിനെ നമ്മൾ ഡെസിമൽ ഫോമിലോട്ട് മാറ്റി. E എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോൾട്ട് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ P of E given A is equal to 0.05. P of E given B ആണെങ്കിൽ
4%, അതായത് 0.04. പി ഓഫ് ഇ ഗിവൺ സി എന്നത് 2% ആണ്, അതായത് 0.02. ഇനി ബേസ് തിയറത്തിന്റെ ഇക്വേഷൻ നോക്കുക. പി ഓഫ് ബി ഗിവൺ ഇ ഇസ് ഈക്വൽ ടു, ഈ ഭാഗം തിരിച്ചെഴുതുന്നു, അതായത് പി ഓഫ് ഇ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി ഡിവൈഡഡ് ബൈ, ഇതുപോലെ തന്നെ 3 എണ്ണത്തിന് എഴുതണം, പി ഓഫ് ഇ ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ പ്ലസ് പി ഓഫ് ഇ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് ഇ ഗിവൺ സി ഇൻറ്റു പി ഓഫ് സി. ഇതിന്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 28/69. 14ാമത്തെ ചോദ്യം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സ് ഈസ് ദ റാൻഡം വേരിയബിൾ വിച്ച് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ എ കോയിൻ ഈസ് ടോസ്ഡ് 3 ടൈംസ്. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഇതാണ്. എസ് ഇസ് ഈക്വൽ ടു സെറ്റ് എച്ച് എച്ച് എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്, എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, ടി ടി ടി, അതായത് 8 എണ്ണം നമുക്ക് കിട്ടും. ഇവിടെ നിന്ന് ഹെഡിൻ്റെ എണ്ണം നമുക്ക് 0, 1, 2, 3 എന്ന് എടുക്കാൻ പറ്റും. 0, 1, 2, 3. എക്സ് പി ഓഫ് എക്സ് എന്നത് 0 ഹെഡ് കിട്ടാനുള്ള ചാൻസ്, 0 ഹെഡ് കിട്ടാനുള്ള ചാൻസ് നമുക്ക് 1 ആണ്. അപ്പോൾ 1/8. അതുപോലെ 1 ഹെഡ് കിട്ടാനുള്ള ചാൻസ് 3/8, 2 ഹെഡ് കിട്ടാൻ 3/8, 3 ഹെഡ് കിട്ടാൻ 1/8. ഇനി ഇവിടെ നമുക്ക് ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിരിക്കുന്നത്. മീൻ വേരിയൻസ് കാണാൻ ചോദിച്ചിരിക്കുന്നു. അങ്ങനെ വേരിയൻസ് കാണാനുണ്ടെങ്കിൽ നമുക്ക് താഴെ ഇതുപോലെ തന്നെ കോളത്തിൽ എക്സ് സ്ക്വയറും കൂടെ താഴെ എഴുതണം. എക്സ് സ്ക്വയർ എന്നത് 0യുടെ സ്ക്വയർ 0, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. ഇനി ഇവിടെ വേരിയൻസിന്റെ ഇക്വേഷൻ ഇതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ആദ്യം മീൻ കണ്ടുപിടിക്കണം, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാണുന്നത് ഇങ്ങനെയാണ്. എക്സും പി ഓഫ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. അപ്പോൾ ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ 8 ഉള്ളത് കൊണ്ട് അത് ആദ്യം എഴുതി. 0 × 1 0, 1 × 3 3, 2 × 3 6, 3 × 1 3. ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ആൻസർ 12/8 എന്ന് കിട്ടും. ആൻസർ 3/2 ആണ് മീൻ. അടുത്തത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് കാണുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കാണാൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. അപ്പോൾ 0 × 1/8. ഇവിടെ എല്ലാം നോക്കിക്കേ 8 ഡിനോമിനേറ്ററിലുണ്ട്, അപ്പോൾ 8 ഒരു പ്രാവശ്യം എഴുതി. 0 × 1 0, 1 × 3 3, 4 × 3 12, 9 × 1 9. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. 24/8 ആൻസർ 3. അപ്പോൾ വേരിയൻസ് ഇസ് ഈക്വൽ ടു 3 - 3/2 സ്ക്വയർ. ആൻസർ 3/4. അടുത്തത് 15ാമത്തെ ചോദ്യം. ഇക്വേഷൻ ഓഫ് എ കർവ് ഇൻ ദ ഫോം ഓഫ് എ തേർഡ് ഡിഗ്രി പോളിനോമിയൽ. ഇറ്റ് ഹാസ് ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ അറ്റ് x is equal to 1 and x is equal to 3. റൈറ്റ് dy/dx. രണ്ടാമത് ചോദിച്ചിരിക്കുന്നു ഇഫ് ദ കർവ് പാസ് ത്രൂ 3 1 then ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി കർവ്. എക്സിന്റെ വാല്യൂസ് 1 എന്നും എക്സിന്റെ വാല്യൂസ് 3 എന്നും തന്നിരിക്കുന്നു. അവിടെ നമുക്ക് dy/dx is equal to x - 1 × x - 3 എന്ന് എഴുതാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ x² - 4x + 3 എന്ന് കിട്ടും. ഇതിനെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ y is equal to x³/3 - 4x²/2 plus 3x plus c എന്ന് കിട്ടുന്നു. ഇനി ഈ കർവ് പാസ് ചെയ്ത് പോകുന്ന 3 കൂടെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എക്സിന് 3ഉം വൈക്ക് 1ഉം കൊടുക്കുന്നു. ആൻസർ അപ്പോൾ നോക്കുക. 1 is equal to 3³/3 - 4 × 3²/2 plus 3 × 3 plus c. ഇവിടെ നമുക്ക് c കിട്ടുന്നു 1. ഈ കിട്ടിയ വില ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ ഇക്വേഷൻ ഓഫ് ദി കർവ് y is equal to x³/3 - 4x²/2 plus 3x plus 1 എന്ന് കിട്ടും. 16ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് x²/25 plus y²/16 is equal to 1 എന്നാണ്. ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. ഫിഗർ വരയ്ക്കാനുള്ള എളുപ്പ വഴി എക്സിൻ്റെ താഴെ 25 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. -5 തൊട്ട് 5 വരെയാണ്, അതായത് 5ന്റെ സ്ക്വയർ ആണ് 25. 16 എന്നത് 4ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ -4 തൊട്ട് 4 വരെ, വൈയുടെ താഴെ ആയതുകൊണ്ട് ഈ രീതിയിൽ. അപ്പോൾ x²/25 plus y²/16 is equal to 1. ഇതിൽ നിന്ന് നമുക്ക് y²/16 is equal to 1 - x²/25 എന്ന് എഴുതാം. അവിടെ നോക്കുക, y² is equal to 16/25 × 25 - x². ഈ 25 ഇങ്ങോട്ട് ഇറക്കി വെച്ചതാണിത്. ഇതിനെ റൂട്ട് എടുക്കുന്നു. അപ്പോൾ y is equal to 16ന്റെ റൂട്ട് 4ഉം 25ന്റെ റൂട്ട് 5ഉം ആണ്. മിച്ചമുള്ളത് √5² - x². ഈ എലിപ്സിന്റെ ഏരിയ കാണാൻ 0 to 5 വരെ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടിട്ട് × 4 ചെയ്താൽ മതി. റിക്വയർഡ് ഏരിയ is equal to 4 × (0 to 5 y × dx). y എന്നത് 4/5 √5² - x² × dx ആണ്. ഇത് 4 വെളിയിലെടുക്കുമ്പോൾ 16/5. ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. x/2 ഈ ചോദ്യം എഴുതി പ്ലസ് a²/2. a എന്നത് ഇവിടെ 5 ആണ്. അപ്പോൾ 5²/2 sin inverse x/a, sin inverse x/5. ലിമിറ്റ് കൊടുക്കുന്നു 0 to 5.
ഇവിടെ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 20π. 17ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഓൾ ലൈൻസ് ഹാവിംഗ് സ്ലോപ്പ് 2 ആൻഡ് ബീങ് ടാൻജന്റ് ടു ദ കർവ് y പ്ലസ് 2πx - 3 = 0. ആദ്യം നമ്മൾ തന്ന ഇക്വേഷൻ y = ആക്കി മാറ്റുന്നു. അപ്പോൾ y = ആക്കി മാറ്റുമ്പോൾ y = -2/x - 3 എന്ന് കിട്ടും. ഇനി നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സ്ലോപ്പാണ് കിട്ടുന്നത്. സ്ലോപ്പ് 2 ആണെന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് -2 × x - 3 (-1) ആണ്. ആ -1 ഫ്രണ്ടിലോട്ട് വരുന്നു × x - 3 (-2). അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2/x - 3 2. ഇത് 2-ന് തുല്യമാണ് തന്നിട്ടുണ്ട്. ഇവിടെ 2 ക്യാൻസൽ ആവുന്നു. മിച്ചമുള്ളത് 1 = x - 3 2. ഇവിടെ നമ്മൾ x സോൾവ് ചെയ്യുമ്പോൾ 4 എന്നും 2 എന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടുന്നു. ഒന്ന് 2 എന്ന് പറയുന്ന പോയിന്റാണ്. കാരണം എക്സിൻ്റെ വില y എന്ന് പറയുന്നതിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ 2 കൊടുക്കുന്നു. അപ്പോൾ 2 എന്ന് തന്നെ കിട്ടും. ഇനി നമ്മൾ ഇക്വേഷൻ കാണണം. ഇക്വേഷൻ എന്ന് പറയുന്നത് y - y1 = m × x - x1 ആണ്. m എന്നത് സ്ലോപ്പ്, അത് 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ y - 2 = 2x - 4 എന്ന് കിട്ടും. അവിടെ നിന്ന് ഈ 2 കൂടെ ഇപ്പുറത്ത് വരുമ്പോൾ y = 2x - 2 എന്ന ആൻസർ കിട്ടും. അതുപോലെ എക്സിന് 4 എന്ന് എടുക്കുമ്പോൾ y നമുക്ക് -2 ആണ് കിട്ടുന്നത്. അപ്പോൾ പോയിന്റ് 4 - 2 എന്ന് എടുത്താൽ ഇക്വേഷൻ y - -2 = 2 × x - 4. ഇത് സോൾവ് ചെയ്യുമ്പോൾ y = 2x - 10 എന്ന് കിട്ടും. Consider an operation star on defined on the set A = 1, 2, 4, 8 by A star B = LCM of A and B. Show that star is binary operation. ഇങ്ങനെ 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഓപ്പറേഷൻ ടേബിൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആകും. നമുക്ക് നോക്കാം. A = 1, 2, 4, 8 തന്നിരിക്കുന്നു. അപ്പോൾ A star B = LCM of A star B ആണ്. 1, 2, 4, 8 എന്ന് റൈറ്റ് സൈഡിലോട്ടും 1, 2, 4, 8 എന്ന് താഴോട്ടും എഴുതുന്നു. ഇതിൻ്റെ LCM കണ്ടുപിടിച്ച് എഴുതിയിരിക്കുന്നതാണ് ഈ കോളം. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാണ്, എവരി എലമെൻറ്റ് ഓഫ് ദി ഓപ്പറേഷൻ ടേബിൾ ആർ എലമെൻറ്റ്സ് ഇൻ എ. അതായത് ഇറ്റ് ഈസ് ബൈനറി ഓപ്പറേഷൻ. 19ാമത്തെ ചോദ്യം, കൺസിഡർ എ മെട്രിക്സ് എ 4, 3, 2, 1, P0, 1, Q2 and its adjoint A is equal to 4 - 4R -2, 6, 2, -1, S2. Find A into adjoint A and determine A. Find the values of P, Q, R and S, hence find A inverse. A into adjoint A കാണാൻ ചോദിച്ചിരിക്കുന്നു. A into adjoint A തന്നിട്ടുണ്ട്. അതും adjoint A ആയിട്ടുള്ള മെട്രിക്സും ഉണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. 4 × 4 അതായത് 16 പ്ലസ് 3 × -2 -6 പ്ലസ് 2 × -1 -2. അതുപോലെ ഫസ്റ്റ് റോ പോയി സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ പോയി തേർഡ് കോളം. അതാണ് ആദ്യം എഴുതിയിരിക്കുന്ന റോ. സെക്കൻഡ് റോ പോയി ഫസ്റ്റ് കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് റോ പോയി സെക്കൻഡ് കോളം, സെക്കൻഡ് റോ പോയി തേർഡ് കോളം. അതുപോലെ തേർഡ് റോ പോയി ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതാണ്. 8, 2 + S, 4R + 10, 4 - 2P, 6P - 4, 2P + R, 2 - 2Q, -4 + 6Q + 2S, R + 2Q + 4. ഡിറ്റർമിനന്റ് എ കാണാൻ ചോദിച്ചിരിക്കുന്നു. ഡിറ്റർമിനന്റ് എ എന്നത് ഡിറ്റർമിനന്റ് ഓഫ് 4, 3, 2, 1, P0, 1, Q2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 6P + 2Q -6. 20ാമത്തെ ചോദ്യം, കൺസ്ട്രക്ട് എ 3x3 മെട്രിക്സ് എ whose ith and jth element are aij = 2i - j. Express A as the sum of symmetric and skew symmetric matrix. ഇങ്ങനെ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം ജനറൽ ആയിട്ടുള്ള മെട്രിക്സ് എഴുതണം. ചോദ്യത്തിൽ 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ജനറൽ മെട്രിക്സ് ഈ എഴുതിയിരിക്കുന്നതാണ്. aij എന്നത് അതായത് ഇതിനകത്ത് എലമെൻറ്റ്സ് ആണ്. അത് 2i - j എന്ന് തന്നിരിക്കുന്നു. അവിടെ നമ്മൾ a11, a12, a13 ഈ വിലകളെല്ലാം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1, 0, -1, 3, 2, 4, 5, 4, 3. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാനാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കിപ്പോൾ കിട്ടിയത്. അതിൻ്റെ ട്രാൻസ്പോസ് കാണുന്നു. അതായത് കോളം എടുത്ത് റോ ആക്കി എഴുതുന്നു. ഇനി ഇവിടെ നമുക്ക് പിയും ക്യൂവും കണ്ടുപിടിക്കണം. പി എന്നാൽ ഒരു സിമെട്രിക് മെട്രിക്സും ക്യൂ എന്നാൽ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സുമാണ്. അതിനുള്ള സ്റ്റെപ്പ് ഇതാണ്. എയും എ ട്രാൻസ്പോസും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നു. അതായത് 1 + 1 2/2, 1, 0 + 3 3 തന്നെയാണ് 3/2. അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് പകുതി എഴുതിയ മെട്രിക്സ് ആണിത്. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. കാരണം ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ ഇത് തന്നെയാണ് കിട്ടുന്നത്.
അതുപോലെ Q എന്ന് പറയുന്നത് A മൈനസ് A ട്രാൻസ്പോസ് ബൈ 2. അത് മെട്രിക്സ് തമ്മിൽ കുറച്ചിട്ട് അതിൻ്റെ പകുതി എഴുതിയിരിക്കുന്നതാണിത്. ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. കാരണം ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെയാണ് കിട്ടുക. ഇത് രണ്ടും കൂടെ ഇനി കൂട്ടുകയാണ്. നമുക്ക് കിട്ടുന്നത് നോക്കുക. 1 1 പ്ലസ് 0 1 3/2 പ്ലസ് മൈനസ് 3/2 0 2 പ്ലസ് മൈനസ് 3 മൈനസ് 1 അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 1 0 മൈനസ് 1 3 2 4 5 4 3 എന്നാണ്. ഇത് നമുക്ക് തന്ന ചോദ്യത്തിന് തുല്യമാണ്. ഈ കിട്ടിയ മെട്രിക്സ് നമ്മൾ എഴുതിയ എ എന്ന മെട്രിക്സിന് തുല്യമാണ്. അതായത് ഇവിടെ നമുക്ക് പറയാം ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാം. 21ാമത്തെ ചോദ്യം ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇന്റഗ്രേറ്റ് ദ ഫോളോവിങ്. ആദ്യത്തെ പാർഷ്യൽ ഫ്രാക്ഷനും രണ്ടാമത്തെ ഇന്റഗ്രേഷൻ ബൈ പാർട്സുമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കുക. തന്ന ചോദ്യം അതുപോലെ എഴുതി. ഇവിടെ താഴെ ബ്രാക്കറ്റ് കിടക്കുന്നതുകൊണ്ട് എ ബൈ ഫസ്റ്റ് ബ്രാക്കറ്റ് പ്ലസ് ബി ബൈ സെക്കൻഡ് ബ്രാക്കറ്റ് പ്ലസ് സി ബൈ തേർഡ് ബ്രാക്കറ്റ്. എന്നിട്ട് ഇവിടെ ഈ ഭാഗം മുഴുവൻ റൈറ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x മൈനസ് 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഈ 3 ബ്രാക്കറ്റുടെ മുകളിൽ വരുമ്പോൾ x മൈനസ് 1 വെട്ടിപ്പോവും. മിച്ചമുള്ളത് x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 പ്ലസ് ബി ഇൻറ്റു x മൈനസ് 2 ബൈ മിച്ചമുള്ളത് x മൈനസ് 1 ഇൻറ്റു x മൈനസ് 3 പ്ലസ് സി ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2. ഇനി ഈ എക്സിന് 1 എന്നുള്ള വില കൊടുക്കുന്നു. എക്സിന് 1 കൊടുക്കുമ്പോഴത്തേക്കും ബിയുടെ ഭാഗവും സിയുടെ ഭാഗവും പോവും. കാരണം ഇവിടെ 0 ആയിപ്പോയി. മിച്ചമുള്ളത് 3 ഇൻറ്റു 1 3 മൈനസ് ഇവിടെ എക്സിന് 1 കൊടുക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 1 3 മൈനസ് 1 2 ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് ബിയുടെ ഭാഗവും സിയുടെ ഭാഗവും പോകും. കാരണം എക്സിന് 1 കൊടുക്കുമ്പോൾ ഈ ഭാഗം രണ്ടും 0. മിച്ചമുള്ളത് എ ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 3. അപ്പോൾ കിട്ടുന്ന ആൻസർ എ ഇസ് ഈക്വൽ ടു 1. അതുപോലെ എക്സിന് 2 എന്ന് കൊടുക്കുന്നു. എക്സിന് 2 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടുന്നത് -5. എക്സിന് 3 കൊടുക്കുമ്പോഴത്തേക്കും സിയുടെ വാല്യൂ 4 എന്ന് കിട്ടുന്നു. ഈ കിട്ടുന്ന വിലകൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. അതായത് എയുടെയും ബിയുടെയും സിയുടെയും സ്ഥാനത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ തന്ന ചോദ്യം അതുപോലെ എഴുതി ഒരു ഇൻ്റഗ്രൽ ഇടുന്നു. ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എയുടെ വാല്യൂ കൊടുത്തു 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു ഡി എക്സ് പ്ലസ് ബിയുടെ വാല്യൂ -5. അപ്പോൾ ഇൻ്റഗ്രൽ -5 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു ഡി എക്സ് പ്ലസ് സിയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 4 ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു ഡി എക്സ്. താഴെ കിടക്കുന്നതിന് ഡെറിവേറ്റീവ് 1 ആണ്. അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് ലോഗ് താഴെയുള്ളത് എഴുതാം. മൈനസ് ഇവിടെ അതുപോലെ തന്നെയാണ് -5 ഇൻറ്റു താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതായത് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ലോഗ് എക്സ് മൈനസ് 2 എന്ന് എഴുതാം. പ്ലസ് 4 ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 3. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. I is equal to integral e raised to x into sin x into dx. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇ റേസ് ടു എക്സ് അതുപോലെ എഴുതി. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രലാണ് മൈനസ് കോസ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് അതായത് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഈ മൈനസ് വെളിയിലിടുമ്പോൾ ഇവിടെ പ്ലസ് ആയി. വീണ്ടും ഈ ഭാഗം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നുകൂടെ ചെയ്യുന്നു. അപ്പോൾ ഇ റേസ് ടു എക്സ് അതുപോലെ എഴുതി. കോസ് എക്സിൻ്റെ സൈൻ എക്സ് മൈനസ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇത് നമുക്ക് തന്ന ചോദ്യത്തിന് തുല്യമാകും. നമുക്ക് തന്ന ചോദ്യത്തിന് തുല്യമാണ്. അതായത് ഇവിടെ ഐ എന്ന് എഴുതാം. അപ്പോൾ മിച്ചമുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് -i എന്ന് കിട്ടി. ആ -i അപ്പുറത്തോട്ട് പോകുമ്പോൾ 2i ഇസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. അതിൽ നിന്ന് ഇ റേസ് ടു എക്സ് വെളിയിൽ എടുക്കുമ്പോൾ ഈ മൈനസ് ഉള്ള ഭാഗം രണ്ടാമത് എഴുതി സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. നമുക്ക് വേണ്ടത് ഐ ആണ്. അതായത് ഐ ഇസ് ഈക്വൽ ടു എന്നാണ് നമ്മൾ ചോദ്യം എഴുതിയത്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ 2 ഈ 2 താഴോട്ട് വന്നതാണ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. 22ാമത്തെ ചോദ്യം ലെറ്റ് എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ ബി ഇസ് ഈക്വൽ ടു 2i പ്ലസ് എം ജെ പ്ലസ് 3k. ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി ഫൈൻഡ് എം. ഫൈൻഡ് എ വെക്റ്റർ സി പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. മൂന്നാമത് വെരിഫൈ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ഈസ് ഈക്വൽ ടു മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു മോഡുലസ് സി. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കുക. പെർപെൻഡിക്കുലർ ആണ് എയും ബിയും എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് എമ്മിൻ്റെ വാല്യൂ -5 എന്ന് കിട്ടും. അടുത്തത് ഒരു പെർപെൻഡിക്കുലർ വെക്റ്റർ കാണാനാണ്. അപ്പോൾ സി എന്നത് ഇങ്ങനെ എഴുതാം. സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി. അപ്പോൾ ഡിറ്റർമിൻറ്റ് ഐ ജെ കെ. എയുടെ വാല്യൂസ് ആണ് 1 1 1. ബിയുടെ വാല്യൂസ് ബി എന്നത് 2 -5 3. ഇത് രണ്ടും കൂടെ ഡിറ്റർമിൻ്റ് എടുക്കുന്നു. അപ്പോൾ ഐ ഇൻറ്റു 3 മൈനസ് -5 മൈനസ് ജെ ഇൻറ്റു 3 - 2 പ്ലസ് കെ ഇൻറ്റു -5 -2. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു 8i മൈനസ് ജെ മൈനസ് 7k.
ഇനി നമ്മൾ ബോക്സ് പ്രോഡക്റ്റ് എ ബി സി കാണുകയാണ്. ബോക്സ് പ്രോഡക്റ്റ് എ ബി സി എന്നത് ഡിറ്റർമിനന്റ് ഓഫ് എയുടെ പോയിന്റ്സുകൾ എഴുതുന്നു 1 1 1. എ എന്നത് 1 1 1, ബി 2 -5 3, സി എന്നത് 8 -5 8 -1 -7. ഇതിൻ്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു 114. അതുപോലെ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു മോഡുലസ് സി കാണുന്നു. മോഡുലസ് എ എന്നത് √3, മോഡുലസ് ബി √38, മോഡുലസ് സി എന്നത് √114. ഇവിടുന്ന് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √114 എന്ന് വരും. അപ്പോൾ അപ്പോൾ √114 ഇൻറ്റു √114 ആൻസർ 114. ഇത് രണ്ടും സെയിം ആണെന്ന് ഇവിടുന്ന് മനസ്സിലാവും. 23ാമത്തെ ചോദ്യം, കൺസിഡർ ദ ലൈൻ r = -3i + 5j - 6k + λ ഇൻറ്റു 2i + j + 2k. Write the point on the line. Find the equation of the line passing through the point obtained in the part 1 and perpendicular to the given line. Find the point on the line which is 3 units away from the point obtained in the part 1. ആദ്യം ചോദിച്ചിരിക്കുന്ന പോയിന്റ് കാണാനാണ്. പോയിന്റ് എന്നത് ഈ ഭാഗമാണ്, അതായത് -3 5 -6. അപ്പോൾ ആദ്യത്തെ ആൻസറായി. രണ്ടാമത്തത് ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ. ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ എന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം: 2 × x + 3 + 1 × y - 6 + 2 × z + 6 = 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ 2x + y + 2z + 12 = 0 എന്ന് കിട്ടും. 3 യൂണിറ്റ് അകലെയുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആ പോയിന്റ് എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം: 2λ - 3, λ + 5, 2λ - 6. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്നത് ഇങ്ങനെ എഴുതാം: 2λ² + λ² + 2λ² = 9. അതായത് ഇത് 4λ², ഇവിടെയും 4λ² ആഡ് ചെയ്യുമ്പോൾ 9λ² = 9 എന്നും λ ± 1 എന്നും കിട്ടും. +1 ആദ്യം ഇട്ട് കൊടുക്കുന്നു ലാംഡയുടെ വില. അപ്പോൾ നമുക്ക് കിട്ടുന്നു -1 6 -4, -1 കൊടുക്കുമ്പോൾ -5 4 -8 എന്നും കിട്ടുന്നു. അടുത്ത ചോദ്യം ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ഇവിടെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ ഇക്വേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. മാക്സിമം ഇസഡ്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മാക്സിമം ഇസഡ് = 8000x. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തേന് 8000ഉം രണ്ടാമത്തേന് 12000ഉം വെച്ചാണ്. അപ്പോൾ 8000x + 12000y. സബ്ജക്റ്റ് ടു, ഇവിടുന്ന് കിട്ടുന്ന കൺസ്ട്രെയിൻസ് 9x + 12y ≤ 180. ഇതിനെ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ 3x + 4y ≤ 60. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കുക, x + 3y ≤ 30. ഇവിടെ നമുക്ക് 2 ലൈൻസുകളാണുള്ളത്. ഇത് രണ്ടും നമ്മൾ വരയ്ക്കണം. ഇത് വരയ്ക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന കാര്യം, പിന്നെയുള്ള ഓർക്കേണ്ട കാര്യം, x > 0, y > 0. അതായത് മാനുഫാക്ചറിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും 0യേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എക്സിനും വൈക്കും പോസിറ്റീവ് വില എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ലൈൻസ് വരയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് 3x + 4y = 60 എന്ന് എഴുതുന്നു. അതുപോലെ അടുത്തത് x + 3y = 30 എന്ന് എഴുതുന്നു. ഇതിൽ നിന്ന് എക്സിന് നമ്മൾ 0 എന്നുള്ള വില കൊടുക്കുമ്പോൾ, എക്സിന് 0 കൊടുക്കുമ്പോൾ y = 15 എന്ന് കിട്ടും. അതുപോലെ yക്ക് 0 കൊടുക്കുമ്പോൾ 3x = 60, അവിടുന്ന് x = 20 എന്ന് കിട്ടും. അപ്പോൾ 2 പോയിന്റുകൾ ഇതാണ്, 0 15ഉം 20 0യും. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ലൈൻ വരയ്ക്കാനുള്ള പോയിന്റുകൾ, എക്സിന് ഇവിടെ 0 കൊടുക്കുമ്പോൾ y = 10 എന്ന് കിട്ടും. അതുപോലെ തന്നെ yക്ക് 0 കൊടുക്കുമ്പോൾ x 30 എന്ന് കിട്ടുന്നു. 0 10ഉം, അപ്പോൾ പോയിന്റുകൾ 0 10ഉം 30 0യുമാണ്. നമുക്കിതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കാം. ലൈൻ വരച്ചിരിക്കുന്നത് നോക്കുക. 0 15 എന്ന് പറയുന്ന പോയിന്റാണിത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് 20 0. ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ലൈനാണ് 3x + 4y = 60 എന്ന് പറയുന്ന ഈ ലൈൻ. ഇത് ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കണം. അതിന് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ ലെസ് എന്ന ചിഹ്നം വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആൻസർ താഴോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ലൈൻ വരയ്ക്കേണ്ടത് നോക്കുക. 0 10 എന്ന് പറയുന്ന പോയിന്റും 30 0യും പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരച്ചു. അവിടെയും ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം താഴോട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ കോമൺ കിട്ടുന്ന സ്ഥലം, ഇതിനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഈ കോമൺ പോയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കോമൺ പോയിന്റ് കണ്ടുപിടിക്കാൻ ഇതുപോലെ സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. കിട്ടുന്നത് x 12ഉം y 6ഉമാണ്. അല്ലെങ്കിൽ ഗ്രാഫ് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇവിടുന്ന് 12നും 6നും നേരെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പോയിന്റും ഇവിടുത്തെ കോർണർ പോയിന്റ്സ്, അതായത്
ഈ പോയിന്റ് 0, 10, 0, 0, 20, 0 ഈ പോയിന്റുകളൊക്കെ Z എന്ന് പറയുന്നതിൽ ഇട്ട് കൊടുക്കുക. അവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ വില ഏതാണോ കിട്ടുന്നത് അതാണ് മാക്സിമം വാല്യൂ. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വില 1,68,000 ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഈസ് 1,68,000 at 12,6. ഇത് 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ജൂൺ 2019 നടന്ന സേ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഒരു അവലോകനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക്